മുംബൈ ഇന്ത്യൻസിൻ്റെ പരാജയം കാണുമ്പോൾ സങ്കടം വരുന്നത് ഒരാളെക്കുറിച്ച് ഓർത്താണ്. അത് ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ചാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റ് കൊണ്ടാണെങ്കിലും ബോൾ കൊണ്ടാണെങ്കിലും ഫീൽഡിലാണെങ്കിലും ഒക്കെ മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ട്. ബട്ട് അവസാനം തോൽക്കാനാണ് വിധി. തോറ്റ ക്യാപ്റ്റനായിട്ട് വന്ന് നിൽക്കാനാണ് വിധി. ആ മുഖഭാവം ഒന്ന് കണ്ടാൽ മതി. എത്രത്തോളം അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കുക, അദ്ദേഹം ഫൈഫർ എടുത്തു, പക്ഷേ ടീം വിജയത്തിലേക്ക് പോയില്ല. ഇന്നലത്തെ കളി നോക്കുക, പൊളിച്ചടുക്കിയ ബാറ്റിംഗ്. 2 വിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്റ് കൊണ്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തി. 15 പന്തുകളിൽ നിന്ന് 3 ഫോറും 4 സിക്സും അടക്കം 42 റൺസ്. ഫൈനലി പക്ഷേ പരാജയപ്പെട്ടവനായിട്ട് നിൽക്കാനായിരുന്നു വിധി. ക്യാപ്റ്റൻ ഇങ്ങനെ എഫേർട്ട് എടുത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടെ സപ്പോർട്ടുമായിട്ട് നിൽക്കേണ്ട ചിലർക്ക് ഇപ്പോഴും ആ മികവിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഓപ്പണർമാർ എന്താണ് ചെയ്യുന്നത്? രോഹിത്തിൽ നിന്ന് ഇതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിക്കിൾട്ടൺ ആകെ ഒരു കളിയിലാണ് മികവ് കാട്ടിയത്. ആ വിൽ ജാക്സ് എന്താണ് ചെയ്യുന്നത്? വിദേശ താരങ്ങളിൽ നിന്ന് ആ ഒരു മികവ് വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ട്രെന്റ് ബോൾട്ടാണ് പിന്നെയും വിദേശ താരങ്ങളിൽ ഒരു മികവ് കാണിക്കുന്നത്. എന്തായാലും മുംബൈ ഇന്ത്യൻസിന് RCBയിൽ നിന്ന് സ്വന്തം മൈതാനത്തേറ്റ തോൽവി. അത് റണ്ണിൻ്റെ മാർജിനിൽ 12 റൺസിനായിരിക്കാം, പക്ഷേ അവർ കേൾപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. കാരണം ബൂംറ വരും, എല്ലാം ശരിയാകും എന്ന് കരുതിയിരുന്നാൽ അതല്ല പ്രശ്നം. പ്രശ്നം വേറെയാണ്. അത് തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ്. RCBയുടെ കാര്യം പിന്നെ കൈയടിക്കണം രജത് പട്ടീദാറിന്. 17 കൊല്ലത്തെ കണക്കാണ് ചെപ്പോക്കിൽ പോയി വീട്ടിയതെങ്കിൽ 10 കൊല്ലത്തെ കണക്ക് വാങ്കഡയിൽ പോയും വീട്ടിയിട്ടുണ്ട്. രണ്ടിലും മാൻ ഓഫ് ദി മാച്ചും പട്ടീദാറായിരുന്നു.